നമസ്കാരം TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് 2 പേർക്ക് കൂടി നിപ്പ രോഗലക്ഷണം. മരിച്ച കുട്ടി ചികിത്സ തേടിയ ആശുപത്രിയിലെ ജീവനക്കാർക്കാണ് രോഗലക്ഷണം കണ്ടത്. 12-കാരന്റെ മൃതദേഹം സംസ്കരിച്ചു. കുട്ടിയുടെ വീട് ഉൾപ്പെടുന്ന പ്രദേശം പൂർണ്ണമായി അടച്ചു. സമ്പർക്ക പട്ടികയിൽ 188 പേർ. സ്കൂളുകൾ തുറന്ന അധ്യയനം വേഗത്തിൽ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. തിരൂർ വിദ്യാഭ്യാസ ജില്ലാ പഠനദിശയുടെ പ്രകാശനവും അധ്യാപക ദിനാചരണവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയിലെ പ്രശ്നങ്ങളും ഇ ഡി അന്വേഷണവും. അഴിക്കുന്തോറും മുറുകുന്ന കുരിക്കിൽ ലീഗും കുഞ്ഞാലിക്കുട്ടിയും. ഇഡിക്ക് KT ജലീൽ നൽകിയ മൊഴി കാര്യങ്ങൾ വഷളാക്കി. പാർട്ടി പരിപാടി അടക്കം പങ്കെടുക്കാതെ കുഞ്ഞാലിക്കുട്ടി വിട്ടുനിൽക്കുന്നു. കോവിഷീൽഡിനേക്കാൾ പ്രതിരോധശേഷി കോവാക്സിനുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ. കോവാക്സിൻ സ്വീകരിക്കാൻ ആളുകൾ തയ്യാറാകണമെന്നും കോവാക്സിനോട് മുഖം തിരിക്കരുതെന്നും താനൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹാഷിം. സംസ്ഥാനത്ത് ഇന്ന് 26,701 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,55,543 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.17 ആണ്. ജില്ലയിൽ ഞായറാഴ്ച 17.17% കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി രേഖപ്പെടുത്തി. 2,568 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. കോഴിക്കോട് 2 പേർക്ക് കൂടി നിപ്പ രോഗലക്ഷണം കണ്ടെത്തി. മരിച്ച കുട്ടി നേരത്തെ ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലെയും മെഡിക്കൽ കോളേജിലെയും ഓരോ ജീവനക്കാർക്കാണ് രോഗലക്ഷണം കണ്ടെത്തിയത്. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേകം സജ്ജീകരിച്ച നിപ്പ വാർഡിലേക്ക് മാറ്റി. കുട്ടിയുടെ വീട് ഉൾപ്പെടുന്ന പ്രദേശം പൂർണ്ണമായും അടച്ചു. നിപ ബാധിച്ച് മരിച്ച കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായ 12-കാരന് കഴിഞ്ഞ മാസം 27-നാണ് പനി ബാധിച്ചത്. തുടർന്ന് വീടിന് സമീപത്തെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പനി മാറാതെ വന്നപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെങ്കിലും നിപ പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ല. പിന്നീട് ഈ മാസം 1-നാണ് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. മസ്തിഷ്ക ജ്വരത്തെ തുടർന്നാണ് ശവം നിപ പരിശോധനയ്ക്ക് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുന്നത്. ഫലങ്ങളെല്ലാം പോസിറ്റീവ്. ഞായറാഴ്ച പുലർച്ചെ 4:30 മരണം സ്ഥിരീകരിച്ചു. നിപ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഉന്നതതല യോഗങ്ങൾ ചേർന്നു. ഉന്നതതല യോഗത്തിൽ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പനി, ഛർദി അടക്കമുള്ളവർ ആരോഗ്യവകുപ്പിന് വിവരം അറിയിക്കാൻ നിർദ്ദേശം നൽകി. നിപ കണക്കിലെടുത്ത് എല്ലാ മുൻകരുതലുകളും കൈക്കൊണ്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും അയൽവാസികളും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തേക്കുള്ള റോഡുകൾ പോലീസ് അടച്ചിട്ടുണ്ട്. കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ 4 വാർഡുകൾ പൂർണ്ണമായും അടച്ചു. പോക്കറ്റ് റോഡുകൾ അടക്കമാണ് അടച്ചത്. മരിച്ച കുട്ടിയുടെ സംസ്കാരം കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിൽ നടന്നു. പൂർണ്ണമായ പ്രോട്ടോകോൾ പാലിച്ചാണ് ഖബറടക്കം നടന്നത്. മരിച്ച കുട്ടിക്ക് രോഗബാധ ഉണ്ടായതെങ്ങനെയെന്ന പരിശോധനകൾ ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലെ ആടിൽ നിന്നാണോ രോഗബാധയെന്ന് സംശയമുണ്ട്. മരിച്ച കുട്ടിയുടെ വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ പ്രതിനിധികളും സംസ്ഥാനത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ബാധിച്ച് 12 വയസ്സുള്ള കുട്ടി മരിച്ച സാഹചര്യത്തിൽ ജില്ലയിലും അതീവ ജാഗ്രത വേണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള കായിക മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു. ഏത് സാഹചര്യത്തിലും നേരിടാൻ ജില്ലയിൽ ആരോഗ്യ വിഭാഗം സജ്ജമാണ്. നിപ്പ വ്യാപനം തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജമാക്കുന്നതിനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ ബാധിച്ച് 12-കാരൻ മരിച്ച സാഹചര്യത്തിൽ ജില്ലയിലും അതീവ ജാഗ്രത വേണമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു. DMO ഡോക്ടർ സക്കീനയുടെ അധ്യക്ഷതയിൽ ആരോഗ്യ വിദഗ്ധർ എന്നിവരുൾപ്പെടുന്ന ജില്ലാതല RRTയുടെ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. 2018-ൽ നിപ മരണം മലപ്പുറം ജില്ലയിലും ഉണ്ടായതിനാലും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് വ്യാപനവും കൂടിയുള്ള സാഹചര്യത്തിൽ എല്ലാവരും മുൻകരുതലുകൾ സ്വീകരിക്കണം. നിപ രോഗത്തിന്റെ മരണനിരക്ക് താരതമ്യേന കൂടുതലാണെന്നത് ജനങ്ങൾ ഗൗരവത്തിലെടുക്കണം. മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികളിലും നിപ രോഗലക്ഷണമുള്ളവർക്കായി പ്രത്യേക ഐസൊലേഷൻ വാർഡുകളും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. നിപ്പയെ പ്രതിരോധിച്ച മുൻ അനുഭവമുള്ളതുകൊണ്ട് ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. രോഗലക്ഷണമുള്ളവർ ആശുപത്രികളിലോ ലാബിലോ എത്തിയാൽ സ്വീകരിക്കേണ്ട പ്രോട്ടോകോൾ സംബന്ധിച്ചും രോഗപകർച്ച തടയുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ചും ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകും. ജില്ലയിലെ ഏതെങ്കിലും ഭാഗത്ത് വവ്വാലുകളോ പക്ഷികളോ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടാൽ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരെ വിവരം അറിയിക്കണം. രോഗലക്ഷണമുള്ളവർ ജില്ലാ കൺട്രോൾ റൂമിലോ ആരോഗ്യ പ്രവർത്തകരുമായോ ബന്ധപ്പെടണം. കൺട്രോൾ റൂം നമ്പറുകൾ ഇതാണ്: 0483-2737-857, 0483-2733-251. അടുത്ത നമ്പർ 0483-2733-252. മറ്റൊരു നമ്പർ 0483-2733-253. കോഴിക്കോട് നിപ്പ ബാധിച്ചു മരിച്ച 12-കാരന്റെ സമ്പർക്ക പട്ടികയിൽ 188 പേർ. നിപ്പ ബാധ സ്ഥിരീകരിച്ചതോടെ 7 ദിവസം അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു.
സംസ്ഥാനത്തെ നടുക്കിയ നിപ്പ വൈറസിന്റെ മൂന്നാം വരവിൽ മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ വന്നത് 188 പേരെന്ന് കണ്ടെത്തി. ഇതിൽ 2 പേർക്ക് രോഗലക്ഷണവും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ കുട്ടിയെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകരാണ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 188 പേരിൽ 20 പേർ കുട്ടിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ്. സ്ഥിതി അവലോകനം ചെയ്യാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രാഥമികമായി ഇത്രയും മണിക്കൂറിനുള്ളിൽ 188 കോൺടാക്റ്റുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഹൈ റിസ്ക് ആയിട്ടുള്ള 20 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ചികിത്സയ്ക്കായി വേർതിരിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ ചേർന്ന അടിയന്തര യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പേ വാർഡ് നിപ്പ ട്രീറ്റ്മെന്റിന് വേണ്ടി ആ ബ്ലോക്ക് നിപ്പ ട്രീറ്റ്മെന്റിന് വേണ്ടി മാറ്റുന്നതിനാണ് തീരുമാനിച്ചത്. പഴുതടച്ച പ്രതിരോധ പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി നിപ്പ പ്രതിരോധ മരുന്നായ മോണോക്ലോറൽ ആന്റിബോഡി ഓസ്ട്രേലിയയിൽ നിന്നും എത്തിക്കുമെന്നും വ്യക്തമാക്കി. ഓസ്ട്രേലിയയിൽ നിന്നാണ് മരുന്ന് വരേണ്ടത്. പക്ഷെ ഇപ്പം നമുക്ക് നിലവിൽ പേഷ്യൻസ് ഇല്ല, ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഷോർട്ടസ്റ്റ് പീരീഡ് ആണ് അവർ പറഞ്ഞത്. നമുക്ക് കുറച്ചുകൂടി എളുപ്പം തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ICMR-നോട് ആവശ്യപ്പെടുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്രവ പരിശോധനാ കേന്ദ്രം തുടങ്ങും. പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് അതിനുള്ള സംവിധാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുക്കും. ഇന്നലത്തെ മീറ്റിംഗിൽ നമ്മൾ തീരുമാനിച്ചത് നമുക്ക് അങ്ങനെ ഒരു ടെസ്റ്റിംഗ് വേണമെന്നും അതിനുള്ള സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. NIV പൂനെ അവരുടെ ഒരു ടീം തന്നെ ഇവിടെ വരും. ഈ ടെസ്റ്റുകൾ അവരായിരിക്കും നടത്തുക. ആ ടീം ഇവിടെ വരും. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ AK ശശീന്ദ്രൻ, PA മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ സവിശേഷ സാഹചര്യം പരിഗണിച്ച് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ മൃതദേഹം പ്രോട്ടോകോൾ പ്രകാരം സംസ്കരിച്ചു. സ്കൂളുകൾ തുറന്ന് അധ്യയനം വേഗത്തിൽ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. തിരുവിദ്യാഭ്യാസ ജില്ലാ അധികൃതർ തയ്യാറാക്കിയ പഠന പുരോഗതി രേഖയായ ദിശയുടെ പ്രകാശനവും അധ്യാപക ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടുകാരെയും അധ്യാപകരെയും കാണാതെയും ഓൺലൈനിലൂടെ മാത്രം പഠിക്കുന്ന കുട്ടികളിൽ മാനസിക പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. സ്കൂൾ അന്തരീക്ഷവും സമൂഹത്തിനെ അറിയുകയും വഴി തിരുത്താനും ദിശാ പഠനരേഖ സഹായകമാകുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. ഞാൻ ആദ്യമായി എൻ്റെ ഗുരുക്കന്മാർക്ക് നന്ദി പറയുകയാണ്. എന്നെ പഠിപ്പിച്ചതിനും വായിക്കാനും എഴുതാനും എണ്ണാനും വരക്കാനും പഠിക്കാനും ഒക്കെ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് അവരെ ഓർക്കുകയും അവർക്ക് എൻ്റെ ഹൃദയത്തിലുള്ള സ്ഥാനം അവരെ അറിയിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയും ലോകപ്രസിദ്ധ തത്വചിന്തകനും അതിലുപരി അധ്യാപകനുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ പേരിൽ നമ്മൾ അധ്യാപക ദിനം ആചരിക്കുക. ഗുരുക്കന്മാരില്ലാതെ വളരുന്ന ഒരു സമൂഹം എന്നാൽ അത് അറിവില്ലാത്തവരുടെയും അച്ചടക്കമില്ലാത്തവരുടെയും ബഹുമാനമില്ലാത്തവരുടെയും ഒരു സമൂഹമായി അത് മാറും. ആലത്തൂർ KHMHS സ്കൂളിൽ വെച്ച ഓൺലൈനിൽ നടന്ന ചടങ്ങിൽ KT ജലീൽ MLA അധ്യക്ഷനായി. കുറുക്കോളി മൊയ്തീൻ MLA പഠന മികവ് രേഖ പ്രകാശനം നടത്തി. ലോക പ്രശസ്തനായിരുന്ന നമ്മുടെ രാഷ്ട്രപതി സ്ഥാനത്ത് രാജ്യത്തിന് തന്നെ അലങ്കാരമായി നിലയുറപ്പിച്ച സർവപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ന്. ആ ദിനം ഇന്ന് നമ്മൾ അധ്യാപക ദിനമായി ആഘോഷിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, വിദ്യാഭ്യാസം എന്തിനു വേണ്ടി എന്നുള്ളതൊന്നും ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അക്കാഡമിക് വിദ്യാഭ്യാസം നേടാൻ, ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും എത്താത്തവരായുള്ളവർ പോലും ഒരുപക്ഷെ എഴുതുവാനും വായിക്കുവാനും അറിയാത്ത
അക്ഷരാഭ്യാസമില്ലാത്ത കാലഘട്ടത്തിലെ ജനങ്ങൾ പോലും ഓരോ അറിവുകൾ നേടാൻ ആ നാട്ടിലെ പ്രധാനികളായ ആളുകളെ സമീപിക്കുക സ്വാഭാവികമായി. കൃഷിയെ കുറിച്ചറിയാം, കാലാവസ്ഥയെ കുറിച്ചറിയാം, രോഗങ്ങളെ കുറിച്ചറിയാം, അതിനുള്ള പ്രതിവിധികളെ കുറിച്ചറിയാം. അങ്ങനെ നാട്ടിലെ അത്തരം ഗുരുക്കന്മാർ പഴയ കാലത്ത് തന്നെ ഉണ്ടായി. MLA-മാരായ പ്രൊഫസർ ആബിദ് ഹുസൈൻ, പി നന്ദകുമാർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. DDEK കുസുമം അധ്യാപക ദിന സന്ദേശം നടത്തി. തിരൂർ ഡയറ്റ് ഫാക്കൽറ്റി വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറ്റ് പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ, AU-മാരായ PV സുരേന്ദ്രൻ, P വിജയകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് പൂഴിക്കുന്നിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് കോവിഡ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പരിപാടി തവനൂർ MLA ഡോക്ടർ KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് പൂഴിക്കുന്നിന്റെ നേതൃത്വത്തിൽ മെഡിപോയിന്റ് മെഡിക്കൽ ഷോപ്പ് പൂഴിക്കുന്ന, ബിയോസിനോ മെഡിക്കൽ ലാബ് ആലത്തിയൂർ എന്നിവരുടെ സഹകരണത്തോടെ പോസ്റ്റ് കോവിഡ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. മെഡിപോയിന്റ് മെഡിക്കൽ ഷോപ്പും ബയോസിനോ മെഡിക്കൽ ലാബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വം നൽകുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. കോവിഡ് പലർക്കും വരുന്നുണ്ട്, പോകുന്നുണ്ട്. കോവിഡ് ബാധിച്ച സമയത്ത് അനുഭവിക്കുന്നതിനേക്കാൾ പ്രയാസം കോവിഡ് ഭേദമായതിനു ശേഷം അനുഭവിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് പലരുടെ കാര്യത്തിലും നിലനിൽക്കുന്നത്. എല്ലാവർക്കും ഒരേ ശരീരപ്രകൃതി ആയിക്കൊള്ളണം എന്നില്ല. കോവിഡാനന്തരം വലിയ പ്രയാസങ്ങൾ ഇല്ലാതെ പോകുന്ന ആളുകളുമുണ്ട്, എന്നാൽ ഏറെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്നവരുമുണ്ട്. ഡോക്ടർ മുഹമ്മദ് ഷിയ ക്ലാസ് എടുത്തു. ട്രസ്റ്റ് പ്രസിഡന്റ് K ശശികുമാർ അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് നാസർ, സലീം കൈരളി, പ്രകാശ് ദാസ്, ആയിഷ മോൾ തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡാനന്തര ചികിത്സയ്ക്ക് വേണ്ടി 60 പേർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ 45 പേർ പരിശോധന നടത്തി. അവർക്ക് വിവിധ ലാബ് പരിശോധനകൾ സൗജന്യമായി നടത്തി ആവശ്യമായ മരുന്നുകൾ നൽകി. ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് ഷിയയെ ആദരിച്ചു. പാർട്ടിയിലെ പ്രശ്നങ്ങൾ തലക്ക് മുകളിലെത്തിയതോടെ അഴിക്കും തോറും മുറുകുന്ന കുരുക്കിൽ ലീഗും കുഞ്ഞാലിക്കുട്ടിയും. KT ജലീൽ EDക്ക് മൊഴി നൽകുക കൂടി ചെയ്തതോടെ പ്രശ്നം സങ്കീർണമായി. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടെ അഴിമതി കേസും ED അന്വേഷണവും കൂടിയായതോടെ അഴിക്കും തോറും മുറുകുന്ന കുരുക്കിലാണ് മുസ്ലിം ലീഗ് പാർട്ടിയും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും. മുൻമന്ത്രി KT ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയതോടെ പാർട്ടിയും കുഞ്ഞാലിക്കുട്ടിയും മുമ്പെങ്കും അഭിമുഖീകരിക്കാത്ത പ്രതിസന്ധിയിലാണ്. അസ്വസ്ഥനായ കുഞ്ഞാലിക്കുട്ടി പാർട്ടി പരിപാടിയിലടക്കം പങ്കെടുക്കാതെ മുങ്ങിയിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. നിയമവിദഗ്ധരെ കണ്ട് തിരക്കിട്ട ചർച്ചയിലാണെന്നും സൂചനയുണ്ട്. പാർട്ടിയിൽ നിന്ന് തന്നെ എതിരാളികൾക്ക് സഹായം ലഭിക്കുന്നുവെന്ന സംശയവുമുണ്ട്. പാണക്കാട് കുടുംബാംഗങ്ങൾ മുതൽ വിശ്വസ്തരെന്ന് വിചാരിച്ചവരടക്കം സംശയിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ. ചന്ദ്രികയിലെ വെട്ടിപ്പും കള്ളപ്പണ ഇടപാടും ലീഗ് പ്രവർത്തക സമിതിയിൽ ഉന്നയിക്കില്ലെന്ന് നേതൃതലത്തിൽ നിന്നും ഉറപ്പു വാങ്ങിയിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി. ഈ വരുന്ന 8-ന് ഉന്നതാധികാര സമിതി യോഗം ചേരുന്നുണ്ട്. പ്രവർത്തക സമിതി യോഗം ഇനിയും നീട്ടാനാകില്ലെന്ന നിലപാടാണ് ലീഗ് നേതൃത്വത്തിന്. കള്ളപ്പണ വിഷയവും ED അന്വേഷണവും അടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകുമെന്നുറപ്പാണ്. ജലീൽ പ്രതികാര മനോഭാവത്തിൽ മൊഴി നൽകിയതാണെന്ന് പ്രചരിപ്പിച്ചാണ് പ്രവർത്തകരുടെ വിശ്വാസം നേടിയെടുക്കാൻ കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചത്. എന്നാൽ ED വിളിപ്പിച്ചതാണെന്ന് സമൻസ് പുറത്തുവിട്ട് ജലീൽ വ്യക്തമാക്കിയതോടെ ഈ പ്രചാരണവും പൊളിഞ്ഞു. എങ്ങനെ വൈകിപ്പിച്ചാലും ED തന്നെയും മകനെയും ചോദ്യം ചെയ്യുമെന്ന ഉറപ്പ് കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. ചന്ദ്രികയുടെ സ്ഥലത്തിന്റെ രേഖകളും കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിഖിന്റെ നിക്ഷേപത്തിന്റെ വിവരവും ഉൾപ്പെടെ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ജലീലിനോട് ED നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 9-ന് ഈ രേഖകളും ജലീൽ ഹാജരാക്കും. AR നഗർ ബാങ്കിലെ അഴിമതി പണ നിക്ഷേപം അടക്കം പരിശോധിക്കും. കോവിഷീൽഡിനേക്കാൾ പ്രതിരോധശേഷി കോവാക്സിൻ ഉണ്ടെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ. കോവിഡിനെ പ്രതിരോധിക്കാൻ ആളുകൾ കോവാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും താനൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹാഷിം ആവശ്യപ്പെട്ടു. കോവിഡിൻ്റെ 2ാം തരംഗം ലോകമെമ്പാടും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അത് കൺട്രോളിലേക്ക് വരികയും നമ്മുടെ ഇന്ത്യയിൽ അതും ഏകദേശം 2ാം തരംഗത്തിൻ്റെ മൂർധന്യമെത്തി പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ പീക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമായ രീതിയിൽ ക്രമാതീതമായി ദിനംപ്രതി കേസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 വർഷമായി ഇതിനെപ്പറ്റി കൊറോണ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഏകദേശം എല്ലാ ഐഡിയയും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലെല്ലാം ഒട്ടുമിക്ക ആൾക്കാരും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ
നമ്മുടെ ലിമിറ്റിന് വിപരീതമായി കോവിഡ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പരമാവധി നമ്മുടെ പ്രിക്കോഷൻസിനും പിന്നെ വാക്സിനേഷനുമാണ്. വാക്സിനേഷൻ നമ്മൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാം തരംഗം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഏകദേശം 40,000-ഓളം കേസ് ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും ഒരു ചർച്ചാ വിഷയമാക്കേണ്ട ഒരു സമയമില്ല ഇത്. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വാക്സിൻ എല്ലാവരും എത്തിക്കുക. ഒരു ഡോസ് വാക്സിനെങ്കിലും നമ്മളുടെ എല്ലാ ആൾക്കാരും 18 വയസ്സിൻ്റെ മുമ്പേ ശേഷമുള്ള എല്ലാ ആൾക്കാരും ഒരു ഡോസ് വാക്സിൻ എത്തുക. അപ്പം ഇപ്പം നമുക്കുള്ള കടമ്പ എന്ന് വെച്ചാൽ നമ്മുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് വാക്സിൻ അവൈലബിൾ അല്ല എന്നുള്ള ഇതാണ്. അപ്പോൾ കിട്ടുന്ന വാക്സിൻ മാക്സിമം എല്ലാവരും അവൈൽ ചെയ്തിട്ട് ഒരു ഡോസ് വാക്സിനെങ്കിലും എടുക്കുക. പ്രതിരോധശേഷിയുള്ളതിനാൽ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം വൈകാതെ കോവാക്സിന് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കും കോവാക്സിൻ സർട്ടിഫിക്കറ്റ് മതിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആളുകൾ കോവാക്സിനോട് മുഖം തിരിക്കുന്ന പ്രവണത ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ കോവിഷീൽഡും കോവാക്സിനും ആണ് നമുക്ക് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ കുറച്ച് ദിവസങ്ങളിലായി കോവിഷീൽഡിൻ്റെ അപര്യാപ്തത മൂലം കോവാക്സിനും കുറച്ച് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സൗകര്യം ഏർപ്പെടുത്തിയത് കോവിഷീൽഡിൻ്റെ 2ാം ഡോസ് 28 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്നുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് പ്രവാസികൾക്ക് മാത്രമാണ്. അപ്പോൾ കേരള സർക്കാർ അവർക്ക് ചെയ്തു കൊടുത്തൊരു ഉപകാരം നിലക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങൾക്കൊരു മിഥ്യാധാരണയുണ്ട്. ഈ കോവിഷീൽഡ് ആണ് കോവാക്സിനേക്കാളും നല്ലതെന്നും കോവാക്സിൻ എടുത്ത ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് അതിൻ്റെ ഗുണവുമായിട്ട് വാക്സിൻ്റെ ഗുണമായിട്ട് താരതമ്യം ചെയ്യപ്പെട്ട ഒരു മിഥ്യാധാരണയുണ്ട്. അത് ജസ്റ്റ് ഇന്ന് ഞാൻ ഇത് ലൈവിലേക്ക് വന്നത് തന്നെ അതൊന്ന് ആ മിഥ്യാധാരണയ്ക്ക് ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. നമ്മുടെ കിട്ടിയ വിവരം വെച്ചിട്ട് കോവാക്സിനാണ് കോവിഷീൽഡിനേക്കാളും രോഗപ്രതിരോധ ശക്തി കൂടുതലുള്ളത്. അത് നിങ്ങൾ കണക്ക് നോക്കിയാൽ നമുക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. SYS താനൂർ ഓലപ്പീടിക യൂണിറ്റ് യൂത്ത് സ്ക്വയറും സാന്ത്വനം കേന്ദ്രവും ഉദ്ഘാടനം ചെയ്തു. താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ സാന്ത്വന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. SYS താനൂർ ഓലപ്പീടിക യൂണിറ്റ് യൂത്ത് സ്ക്വയറും സാന്ത്വന കേന്ദ്രവും താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരുകളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരുപടി മുന്നോട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റേതായ പൂർണ്ണ തോതിൽ ഫലപ്രാപ്തി കാണുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് ഇതുപോലെയുള്ള SYS സാന്ത്വനത്തിൻ്റെ ഒക്കെ ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാനായതിനു ശേഷം 3ാമത് സാന്ത്വനത്തെ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിലാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ അസ്ലം ഹസനി അധ്യക്ഷനായിരുന്നു. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഇതിന്റെ പ്രവർത്തകർക്കും ഇതിന് സംഭാവന ചെയ്യുന്ന ഇതുമായി സഹകരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അതുപോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സുദീർഘമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓലപ്പീടിക സാന്ത്വനം അശ്രമർക്ക് സ്ഥിരം കുടിവെള്ള സംവിധാനവും ഭക്ഷ്യക്കിറ്റ് വിതരണവും ആതുര സേവന സഹായങ്ങളും ചെയ്ത് ഇതിനോടകം മാതൃകയായിട്ടുണ്ട്. 10 വർഷത്തോളം തിരൂർ ജില്ലാ ആശുപത്രിയിൽ സാന്ത്വനം വോളണ്ടിയറായി സേവനമനുഷ്ഠിച്ച കേരള മുസ്ലിം ജമാഅത്ത് ഓലപ്പീടിക യൂണിറ്റ് സെക്രട്ടറി അലി VP ചടങ്ങിൽ ആദരിച്ചു. SYS താനൂർ സർക്കിൾ പ്രസിഡന്റ് അലി സക്കാഫി അട്ടത്തോട്, മേപ്പുറത്ത് ഹംസു, കൗൺസിലർമാരായ നൌഷാദ്, MP അഷ്റഫ്, അബ്ദുൽ സലാം, മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. സയ്യിദ് ഷമീർ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. ഇല്യാസ് സക്കാഫി സ്വാഗതവും അബ്ദുറഹ്മാൻ സാദി നന്ദിയും പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ തിരൂർ AAK മാൾ 2ാം വാർഷികാഘോഷം അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. സമ്മാന കൂപ്പൺ വിതരണം AAK ഗ്രൂപ്പ് ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ AAK മുസ്തഫ നിർവഹിച്ചു. തിരൂർ AAK മാളിന്റെ 2ാം വാർഷികാഘോഷ ചടങ്ങ് AAK മാളിൽ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ AAK മാൾ ഒരു നൂതനമായ സംരംഭമായി തിരൂരിലെ ജനങ്ങളുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാണിജ്യ സമുച്ചയമാണ് ഈ മാൾ.
മാള് തുടങ്ങി വളരെ നല്ല നിലയിൽ ഇത് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, എല്ലായിടത്തും കോവിഡ് വിതച്ച ചെറിയ പ്രതിസന്ധികളുണ്ട്. അതെല്ലാവരെയും ബാധിച്ചു, എല്ലാ മേഖലയും ബാധിച്ചു, ലോകത്തൊന്നാകെ ബാധിച്ചു. ഇവിടെയും അതിൻ്റെ ഈ തുടക്കത്തിൽ തന്നെയുള്ള ആദ്യത്തെ 2 കൊല്ലത്തിനിടയിലാണ് ഈ കോവിഡ് കാലം വന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്നാൽ പോലും ഈ സമയത്തിനുള്ളിൽ തിരൂരിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിലിടം പിടിക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. AK ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ AK ഗ്രൂപ്പ് ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ AK മുസ്തഫ MLAക്ക് നൽകി പ്രകാശനം ചെയ്തു. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം AK മാള് AK ഹൈപ്പർ മാർക്കറ്റിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കസ്റ്റമേഴ്സാണ്. ഞങ്ങളെ ഈ 2 കൊല്ലം വരെ നല്ല രീതിയിൽ നല്ല ലെവൽക്ക് ഈ AK മാളും AK ഹൈപ്പർ മാർക്കറ്റും നല്ല രീതിയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ ഏറ്റവും വലിയ സപ്പോർട്ട് ഞങ്ങളെ കസ്റ്റമറാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള ഞങ്ങളെ AK മാളിൻ്റെയും AK ഹൈപ്പർ മാർക്കറ്റിൻ്റെയും മുന്നോട്ടുള്ള ഞങ്ങളുടെ ഈ ബിസിനസ്സിൽ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണം. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളെ AK മാളോ AK ഹൈപ്പർ മാർക്കറ്റില്ല. ഞങ്ങളെ വിജയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ വീണ്ടും ഞങ്ങളെ എല്ലാ രൂപത്തിലും ഞങ്ങളെ കസ്റ്റമേഴ്സ് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെക്കൊണ്ട് എല്ലാവിധ സപ്പോർട്ടും AK മാളിനും AK ഹൈപ്പർ മാർക്കറ്റിനും കസ്റ്റമേഴ്സിന് ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുന്നു. ചടങ്ങിൽ വിജയിയായ മങ്ങാട് സ്വദേശി അരുണിന് ഗ്യാസ് സ്റ്റൗ സമ്മാനമായി നൽകി. AK മാളിന്റെ വാർഷികത്തിന്റെ ഭാഗമായി 2 മാസം നീണ്ടു നിൽക്കുന്ന ആകർഷകമായ ഓഫറുകളാണ് മാനേജ്മെന്റ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആഴ്ചകൾ തോറും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരു മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, ഗഫൂർ P ലില്ലീസ്, MS ജില്ലാ സെക്രട്ടറി ഷാഫി ഹാജി, തിരു ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, ആസാദ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ KN മുത്തുക്കോയത്തങ്ങൾ, മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ തിരു സെക്രട്ടറി അൻവർ സാദ് കള്ളിയത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. AK മാൾ ജനറൽ മാനേജർ അഹമ്മദ് റഷീഖ്, ഡെപ്യൂട്ടി മാനേജർ സക്കരിയ, AK മാൾ മാനേജ്മെന്റ് അംഗങ്ങൾ, മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ തിരൂർ ക്ലബ് അംഗങ്ങൾ, തിരു ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തലയ്ക്ക് ക്ഷതമേറ്റ് കൊടക്കൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ചങ്ങരംകുളം സ്വദേശിയായ കുട്ടിയുടെ തുടർ ചികിത്സ ഏറ്റെടുത്ത മലയാളം ചാരിറ്റി കൂട്ടായ്മ 48 മണിക്കൂർ കൊണ്ട് മലയാളം ചാരിറ്റിയുടെ വാട്സപ്പ് കൂട്ടായ്മയായ GCCയിലെ അംഗങ്ങളാണ് 86,400 രൂപ കണ്ടെത്തിയത്. ആദ്യ ഗഡു ഹോസ്പിറ്റലിന് കൈമാറി. 48 മണിക്കൂർ കൊണ്ടാണ് മലയാളം ചാരിറ്റിയുടെ വാട്സപ്പ് കൂട്ടായ്മയായ GCCയിലെ അംഗങ്ങൾ കുട്ടിയുടെ ചികിത്സയ്ക്കായി 86,400 രൂപ കണ്ടെത്തിയത്. ആദ്യ ഗഡു ഹോസ്പിറ്റലിന് കൈമാറി. നമസ്കാരം. നമ്മൾ മലയാളം ചാരിറ്റി എന്നൊരു സംഘടന, ചങ്ങരംകുളം സ്വദേശിയായ ഒരു കുഞ്ഞ് അപകടം സംഭവിച്ചിട്ട് ഒരു ഭാഗം കുഴഞ്ഞ് തലച്ചോറിന് ക്ഷതമേറ്റിട്ട് നമ്മുടെ കൊടക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുകയാണ്. 48 മണിക്കൂർ കൊണ്ട് 68,400 രൂപ മലയാളം ചാരിറ്റി എന്ന സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പിരിവെടുത്ത് ആ കുഞ്ഞിൻ്റെ തുടർ ചികിത്സ 3 മാസത്തെ ചികിത്സ മലയാളം ചാരിറ്റി ഏറ്റെടുക്കാൻ പോവുകയാണ്. ചടങ്ങിൽ ചാരിറ്റി രക്ഷാധികാരി CP അബ്ദുള്ളക്കുട്ടി, മയ്യേരി സിദ്ദീഖ, രാജേഷ് തിരുനാവായ, തയ്യിൽ മുഹമ്മദ് കുട്ടി, ഷമീർ, രവീസ്, മുത്തലിബ്, റിയാസ്, ജിനീഷ്, ഇസ്മായിൽ, ലത്തീഫ് തുടങ്ങി ജനപ്രതിനിധികളും ചാരിറ്റി പ്രവർത്തകരും പങ്കെടുത്തു. ചാരിറ്റിയുടെ മെമ്പർമാരിൽ ഒരാളായ ഷക്കീർ വൈരങ്കോട് കുടുംബ സുഹൃത്തിനെ സന്ദർശിക്കാൻ ഹോസ്പിറ്റലിലെത്തിയപ്പോഴാണ് ഹോസ്പിറ്റലിലെ നഴ്സ് മുഖേന കുട്ടിയുടെ വീട്ടിലെ കുട്ടിയുടെ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കുന്നത്. ഷക്കീർ ഉടൻ തന്നെ മലയാളം ചാരിറ്റി സ്റ്റേറ്റ് കോർഡിനേറ്റർമാരായ തയ്യിൽ സൂപ്പി കുട്ടിയെയും ഷമീർ ടീം സ്റ്റാറിനെയും വിവരം അറിയിക്കുകയും അന്വേഷണത്തിൽ തികഞ്ഞും അർഹരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. 48 മണിക്കൂർ കൊണ്ട് അവരുടെ ചികിത്സ ഏറ്റെടുക്കുകയും ചെയ്തു. ആശുപത്രിയിൽ കഴിയുന്ന കുടുംബത്തിന്റെ ഭക്ഷണം പാടി ബോയ്സ് തെക്കൻ കുറ്റൂരും ഏറ്റെടുത്തിട്ടുണ്ട്. KSDA കുട്ടിക്കൊരു വീട് പദ്ധതിയിലേക്ക് 6 ലക്ഷം രൂപ സംഭാവന നൽകി CP കോമളവല്ലി ടീച്ചർ. തന്റെ സർവീസിലെ അവസാന മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് ടീച്ചർ 6 ലക്ഷം രൂപ സംഭാവന നൽകിയത്.
തിരുപ്പച്ചാട്രി PNM-UP സ്കൂളിൽ നിന്നും 26 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച CP കോമളവല്ലി ടീച്ചർ KSTA കുട്ടിക്കൊരു വീട് പദ്ധതിയിലേക്കാണ് തന്റെ സർവീസിലെ അവസാന മാസത്തെ ശമ്പളത്തിൽ നിന്ന് 6 ലക്ഷം രൂപ സംഭാവന ചെയ്തത്. കൂട്ടായി SHM-UP സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥിക്കായി KSTA നിർമ്മിച്ചു നൽകുന്ന വീടിനാണ് ടീച്ചർ പണം കൈമാറിയത്. KSTA അധ്യാപിക കലാവേദി ജ്വാല തയ്യാറാക്കിയ കനൽപ്പൊട്ട് കവിതയുടെ ദൃശ്യാവിഷ്കാര വീഡിയോ പ്രകാശന ചടങ്ങിൽ KSTA സംസ്ഥാന സെക്രട്ടറി K. ബദറുന്നിസ ടീച്ചർ ഫണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ RP ബാബുരാജ്, V. അബ്ദുസിയാദ്, അജിത EB, ഉപജില്ലാ സെക്രട്ടറി ദിനേശ് VV, പ്രസിഡന്റ് സെൻസി, ജ്വാല ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപക ദിനത്തിൽ ചോക്കെടുത്ത് വിദ്യാർത്ഥികൾ. മംഗലം വള്ളത്തോൾ AP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അധ്യാപക ദിനത്തിൽ ചോക്കെടുത്ത് കുട്ടി ടീച്ചർമാരായത്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇംഗ്ലീഷില് സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എല്ലാവർക്കും അറിയോ? Flying kites. കോവിഡ് മഹാമാരിയുടെ ഭയാനകമായ ദിനങ്ങളിൽ അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടുത്താതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്യ പകർന്നു നൽകിയ ഗുരുക്കന്മാരെ മാതൃകയാക്കി ഗുരുദക്ഷിണ അർപ്പിക്കുന്ന രീതിയിലായിരുന്നു കുട്ടി ടീച്ചർമാരുടെ മനോഹരമായ അധ്യാപനം. എന്ന് വെച്ചാൽ ചന്ദ്രനും നക്ഷത്രങ്ങളും നിറഞ്ഞ ഉയർന്ന ആകാശത്തിൻ ചുവട്ടിലാണ് എൻ്റെ വിദ്യാലയം. പാഠ്യവിഷയങ്ങളായ മലയാളം, ഇംഗ്ലീഷ്, കണക്ക്, സാമൂഹ്യശാസ്ത്രം, അടിസ്ഥാന ശാസ്ത്രം, ഹിന്ദി, അറബി, സംസ്കൃതം, ഉറുദു തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും കുട്ടികൾ വേറിട്ട രീതിയിൽ ക്ലാസുകൾ നയിച്ചു. എല്ലാവർക്കും സുഖല്ലേ? സുഖാണല്ലേ? എല്ലാവർക്കും മിഠായി ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് മിഠായി ഇഷ്ടപ്പെടാനുള്ള കാരണം? മിഠായി നല്ല മധുരമുള്ളതാണല്ലേ? മിഠായിയെ പോലെ നല്ല മധുരമുള്ള ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ടീച്ചർ പാടാം, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. എങ്കിൽ പാടി തുടങ്ങാം. ക്ലാസുകൾ കൈകാര്യം ചെയ്ത് തികച്ചും തനത് രീതിയിലായിരുന്നു. ചിത്രങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും ചോദ്യാവലികളിലൂടെയും ക്ലാസുകൾ നയിക്കുമ്പോൾ മാനസിക ഉല്ലാസത്തിന് പുറമെ ചിന്തിക്കുവാനുള്ള ശേഷിയും വർദ്ധിപ്പിച്ചു. സ്വന്തം ഭവനത്തിൽ വിദ്യാലയാന്തരീക്ഷം സൃഷ്ടിച്ച കുട്ടികൾ വേഷഭൂഷാദികളിൽ അധ്യാപകരുമായി സാമ്യം പുലർത്തി. കയ്യിൽ ചോക്കെടുത്ത് വിദ്യാർത്ഥികൾ അധ്യാപകരായപ്പോൾ കാഴ്ചക്കാരായ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടി ടീച്ചർമാരുടെ ഭാവിയിൽ ആശേഷം സംശയമില്ലാതായി. ഗുഡ് മോർണിംഗ് ടീച്ചർ. എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന് റെഡിയാണോ? റെഡിയാണ് ടീച്ചർ. എല്ലാവരും അടിസ്ഥാന ശാസ്ത്രം ബുക്ക് എടുത്തോളൂ. എടുക്കാം ടീച്ചർ. പേജ് നമ്പർ 8 എടുക്കൂ. എടുത്തു ടീച്ചർ. അതിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയാം ടീച്ചർ. ഏതൊക്കെയാ? ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തങ്ങൾ തരണം ചെയ്യുമെന്നുള്ളതിനുള്ള ആഹ്വാനമായി മാറി കുട്ടി ടീച്ചർമാരുടെ ക്ലാസുകൾ. വിദ്യാർത്ഥികളായ ആർദ്ര, ഫാത്തിമ, ഹുമൈദിയ, പ്രദീപ് കുമാർ, സൈനുൽ ആബിദ, ദിൽന സുലൈഖ, അഞ്ജന, റിദ ഫാത്തിമ, വൈഗ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ ജോസി മാത്യു, അധ്യാപകരായ K. ബാബു, N. സുചിത്ര, K. ജാസ്മിൻ, റഷീദ, റജുല ബീഗം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഇതെന്താ വായിക്കുക? സ്നേഹസ്പർശം. എന്താണ് സ്നേഹസ്പർശം? ഇതെന്താ കാണുന്നത്? അധ്യാപക ദിനം ഓൺലൈനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് കൂട്ടായി SHM-UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇബ ഫാത്തിമ. ഇന്ന് സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആണല്ലോ. എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും ഹൃദയം നിറഞ്ഞ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിദഗ്ധനും പ്രഗത്ഭ അധ്യാപകനുമായിരുന്ന S. രാധാകൃഷ്ണന്റെ ജന്മദിനമായ അധ്യാപന ദിനത്തിൽ വിവിധ പരിപാടികളാണ് കൂട്ടായി SHM-UP സ്കൂളിൽ സംഘടിപ്പിച്ചത്. കുട്ടികൾ അധ്യാപക വേഷമണിഞ്ഞ് സാങ്കല്പിക ക്ലാസ് എടുത്തു. പ്രിയ ഗുരുദാനന്ദമാർക്ക് ആശംസകൾ കൈമാറിയും കവിതകൾ പാടിയും കഥകൾ പറഞ്ഞും ഡോക്ടർ S. രാധാകൃഷ്ണനെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തി കുറിപ്പുകൾ തയ്യാറാക്കിയും ഏറെ സന്തോഷത്തോടെ തന്നെ കുട്ടികൾ പരിപാടികളിൽ പങ്കെടുത്തു. നമസ്കാരം. അക്ഷരങ്ങളിൽ പിച്ചവെച്ച് നടത്തി അറിവിൻ ലോകങ്ങൾ തുറന്നു തന്നെ അജ്ഞതയുടെ ഇരുളറകളിൽ നിന്ന് അറിവിന്റെ ആദ്യ പാഠങ്ങളിലേക്ക് നയിച്ച് ഈ കോവിഡ് മഹാമാരി കാലത്തും ഞങ്ങളുടെ പഠനങ്ങൾക്ക് പിന്തുണയ്ക്കുന്ന, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും നേരിൽ കാണാത്തതിൻ്റെ വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ
അധ്യാപക ദിനാശംസകൾ. സഹോദരങ്ങളെയും കൂട്ടുകാരെയും വിദ്യാർത്ഥികളാക്കി വീട്ടകങ്ങൾ ക്ലാസ് മുറികളാക്കി അധ്യാപകരെ അനുകരിച്ചുകൊണ്ട് രസകരവും വിജ്ഞാനപ്രദമായ രീതിയിൽ ക്ലാസുകൾ എടുത്തത് ഏറെ കൗതുകമായി. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ടീച്ചേഴ്സ് ഡേ. വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ക്ലാസുകളിലെയും കുട്ടികൾ പരിപാടികളിൽ പങ്കാളികളായി. മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ വിദ്യാലയത്തിലെ അധ്യാപക ദിനാചരണ പരിപാടികളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായിട്ട് കൂടിയാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിവിധ സർവകലാശാലകളിൽ അധ്യാപകനായിരുന്ന് അധ്യാപനത്തിൻ്റെ മൂല്യവും മഹത്വവും തിരിച്ചറിഞ്ഞ ഒരു മഹത് വ്യക്തിയായിരുന്നു സർവേപ്പള്ളി രാധാകൃഷ്ണൻ. വ്യക്തിത്വം വാർത്തെടുക്കുക എന്ന് പറയുന്ന മഹത്തായ ദൗത്യം അധ്യാപകരിൽ അർപ്പിതമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പാഠപുസ്തകത്തിനപ്പുറത്തേക്കുള്ള ലോകത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകുന്നത് അധ്യാപകനാണ്. അധ്യാപന ജീവിതത്തിന്റെ മഹത്വവും സമൂഹ അധ്യാപകർക്ക് നൽകുന്ന പരിഗണനയും ഈ ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നമ്മുടെ മുന്നിലുണ്ടാകട്ടെ എന്നും നന്മ നിറഞ്ഞ മനസ്സുള്ള നല്ല ശിഷ്യസമ്പത്താണ് അധ്യാപക ജോലിയുടെ വലിയ പ്രതിഫലമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പിതാവ് അധ്യാപക ജോലി ചെയ്ത വിദ്യാലയം എന്ന നിലയിൽ കൂട്ടായി SSMVP സ്കൂളിലെ അധ്യാപക ദിന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന അധ്യാപകൻ CK ജോൺ, PTA പ്രസിഡന്റ് CP മുജീബ് തുടങ്ങിയവർ ആശംസകൾ കൈമാറി. ശിവശക്തി സേവാ സമിതി തൃപ്രങ്ങോട് സേവാഭാരതി BJP തൃപ്രങ്ങോട് യൂണിറ്റും സംയുക്തമായി കേരള വാദ്യകലാ അക്കാദമി പുരസ്കാരം നേടിയ തൃപ്രങ്ങോട് പരമേശ്വരമാരാരെ അനുമോദിച്ചു. ശിവശക്തി സേവാ സമിതി തൃപ്രങ്ങോട് സേവാഭാരതി BJP തൃപ്രങ്ങോട് യൂണിറ്റും സംയുക്തമായാണ് കേരള വാദ്യകലാ അക്കാദമി പുരസ്കാരം നേടിയ തൃപ്രങ്ങോട് പരമേശ്വരമാരാരെ അനുമോദിച്ചത്. എങ്ങനെയാണ് ഈ ഒരു ആദരണത്തിന് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും വലുതായ ഒരു കലാകാരനല്ല. എൻ്റെ ജീവിതത്തിലേക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരു ആദരണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം 7 വയസ്സുമ്പോഴത്ത് പഴങ്ങോട്ടപ്പൻ്റെ സേവകനായിട്ട് ഇന്നൊരു കലാകാരൻ 53 കൊല്ലത്തോളം അദ്ദേഹത്തിന് സേവിച്ചതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അംഗീകാരമാണ് എനിക്ക്. മാത്രമല്ല എനിക്ക് എത്ര ചെറിയ അവാർഡ് കിട്ടിയാലും എത്ര വലിയ അവാർഡ് കിട്ടിയാലും അത് പഴങ്ങോട്ടപ്പനുള്ള അംഗീകാരമാണ്, എനിക്കുള്ള അംഗീകാരമാണ്. അനുമോദന ചടങ്ങിൽ BJP മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത, ജില്ലാ ജനറൽ സെക്രട്ടറി രാജീവ് കല്ലമുക്ക, തവനൂർ മണ്ഡലം പ്രസിഡന്റ് KP സുബ്രഹ്മണ്യൻ, യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് T മുകേഷ്, സേവാഭാരതി പ്രസിഡന്റ് ജിനേഷ് എന്നിവർ നേതൃത്വം നൽകി. അധ്യാപക ദിനത്തിൽ പ്രിയപ്പെട്ട അധ്യാപകരെ ആദരിച്ച് MSF പ്രവർത്തകർ. താനൂർ 1ാം വാർഡ് MSF കമ്മിറ്റിയാണ് അധ്യാപകരെ ആദരിച്ചത്. താനൂർ പഞ്ചായത്ത് 1ാം വാർഡ് MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രിയപ്പെട്ട അധ്യാപകരെ അധ്യാപക ദിനത്തിൽ ആദരിച്ചത്. MSF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഗുരുവന്ദനം പരിപാടിയുടെ ഭാഗമായാണ് ആദരിച്ചത്. നമ്മുടെ ജീവിതം ഏറ്റവും വലുതാണ്. ആ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടി തുടങ്ങുന്നത് തന്നെ ഒരു അധ്യാപികയുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും അടുത്ത് നിന്നാണ്. ആദ്യം നിങ്ങൾ തുടങ്ങുന്ന മാതാപിതാക്കളിൽ നിന്നാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. പിന്നീട് പ്രാഥമിക വിദ്യാലയത്തിലെ അധ്യാപകരെടുക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും വലിയ ഒരു സംതൃപ്തി തന്നെയാണ്. ഞാനൊരു പ്രൈമറി അധ്യാപിക എന്ന നിലയ്ക്ക് വിദ്യയുടെ തുടക്കം കുറേ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. നിങ്ങളിൽ ചിലപ്പോൾ ആർക്കെങ്കിലും എനിക്ക് വിദ്യ പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ടാവും.
ഇനിയുള്ള ഭാവി ജീവിതം നിങ്ങളുടെ മാതാപിതാക്കൾ ഇപ്പം അധ്യാപകരുടെ അടുത്ത് നിന്നൊക്കെ വിട്ടുപോകുന്നെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്ന വാക്കുകളും വചനങ്ങളും ഒരു പൊടി വിടാതെ നിങ്ങൾ അനുസരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇന്നത്തെ ഈ സമൂഹത്തിൽ മറ്റു പല ബുദ്ധിമുട്ടുകളുമുണ്ട്. ആ ബുദ്ധിമുട്ടുകളിലേക്കൊന്നും നിങ്ങൾ നീങ്ങാതെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ചടങ്ങിൽ വാർഡിലെ അധ്യാപകരായ ജയശ്രീ ടീച്ചർ, നളിനി ടീച്ചർ, കുമാരൻ മാസ്റ്റർ എന്നിവരെയാണ് പൊന്നാട അണിയിച്ച് മധുരം നൽകി ആദരിച്ചത്. അധ്യാപകൻ എന്നും വിദ്യാർത്ഥിയാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള എല്ലാ ആളുകളും അധ്യാപകരും അധ്യാപകരാത്ത കുട്ടികളും എല്ലാവരും അധ്യാപകരെ പോലെ എന്നും പഠിച്ചു പഠനം ഒരിക്കലും പൂർത്തിയാവുന്നില്ല, മരണം വരെ. MSF ഭാരവാഹികളായ മുഹമ്മദ് നവാസ്, റനീം നിസാം, ഷാദിൽ, ആദിൽ, അജ്മൽ, അൻഫാസ്, അബ്ദുൽ ബാസിത്ത്, നിഹാൽ, ജാസിൽ, സൽമാൻ ഫാരിസ് എന്നിവർ നേതൃത്വം നൽകി. ലീഗ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അസ്കർ മാസ്റ്റർ, വാർഡ് ലീഗ് സെക്രട്ടറി കളത്തിൽ ബഷീർ, വാർഡ് മെമ്പർ ഷബ്ന ആഷിഖ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA ആഷിഖ്, വാർഡ് യൂത്ത് ലീഗ് സെക്രട്ടറി റാസിഖ്, KMCC ഭാരവാഹി V അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപക ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തകനായ അധ്യാപകനെ ആദരിച്ചു. ഓയിസ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. പ്രകൃതി സംഘടനയായ ഓയിസ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് അധ്യാപക ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തകനായ അധ്യാപകനെ ആദരിച്ചത്. 1990-ൽ ദേശീയ അധ്യാപക പുരസ്കാരം നേടിയ അധ്യാപകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ വടക്കേതിൽ അപ്പു മാസ്റ്ററെയാണ് ഓയിസ്ക ഇന്റർനാഷണൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KK അബ്ദുറസാഖ് ഹാജി പൊന്നാട അണിയിച്ച് ആദരിച്ചത്. സെപ്റ്റംബർ 5 ഞായറാഴ്ച ടീച്ചേഴ്സ് ഡേ, വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്, നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണെന്ന്, ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്ന ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് എന്തുകൊണ്ടും തിരൂരിൽ നിന്നല്ല, മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മളുടെ 1990-ൽ രാഷ്ട്രപതിയുടെ നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള നമ്മളുടെ തൃക്കണ്ടിയൂരിലെ അപ്പുവേട്ടന്റെ കൂടെയാണ് ഇന്ന്. അത് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങളെ ക്ലബ്ബ് ഓയിസ്ക ഇന്റർനാഷണലും അതുപോലെ തന്നെ അലയൻസ് ഇന്റർനാഷണലും ഞങ്ങൾ ഇതിൽ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങള് സാറിന്റെ മുന്നിൽ നിൽക്കുന്നത്. വേങ്ങര സബ് ജില്ലയിലെ പെരുമ്പുഴ AMLP സ്കൂളിലാണ് ഞാൻ ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചത്. പിന്നെ അവിടെ ഒരു 15 കൊല്ലക്കാലം ജോലി ചെയ്യുകയും പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിയിട്ട്, അന്ന് എയ്ഡഡ് സ്കൂളുകളിലൊന്നും ട്രാൻസ്ഫറിന്റെ ഏർപ്പാടില്ല. പക്ഷെ ഞാനത് DO ഓഫീസിലൊക്കെ അവർ പറഞ്ഞ് പരിചയം കൊണ്ട് അവർ പറഞ്ഞ് അതിനൊരു പരിപാടി നിങ്ങൾ അപേക്ഷ തന്നാൽ മതി, നിങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ്. അപ്പം സർവീസിനൊന്നും ഭംഗം വരാത്ത ധൈര്യമേ അവിടെ റിവ്യൂ ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഇവിടെ തിരൂർ AMLPയിൽ ജോയിൻ ചെയ്ത് അവിടെ. ചടങ്ങിൽ എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൽ ഖാദർ കൈനിക്കര മുഖ്യപ്രഭാഷണം നടത്തി. വളരെ കാലങ്ങളായി സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച പഴയകാല അധ്യാപകനായ അപ്പു മാസ്റ്ററെ ആദരിക്കാൻ കഴിഞ്ഞതിൽ ഓയിസ്ക ഇന്റർനാഷണലിന്റെ ഞങ്ങൾ സംഘടന ഓയിസ്ക ഇന്റർനാഷണലിന്റെ പേരിൽ ഞങ്ങൾ അവരുടെ അഭിമാനമുണ്ട്. ഈ ചടങ്ങിന് 84 വയസ്സായിട്ട് ഇപ്പോഴും കർമ്മനിരതനായി തിരൂരിൽ എപ്പോഴും ഗവൺമെന്റ് ആശുപത്രിയിൽ ബന്ധപ്പെട്ടിട്ടും വളരെ ഈ കോവിഡ് കാലം കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് മാറി നിന്നതാണ്. അതിനു മുമ്പ് വളരെ സജീവമായി തന്നെ ആ രംഗത്ത്, സേവന രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത് വളരെ കർമ്മനിരതനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുമാഷെ ആദരിക്കാൻ കിട്ടിയ അവസരം ഞങ്ങൾ വളരെ അഭിമാനാർഹമായി തന്നെ എടുക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള എല്ലാ ദീർഘായുസ്സും നേർന്നുകൊണ്ട് കൂടുതൽ ഇനിയും തിരൂരിന് വേണ്ടി നിരന്തരമായി സേവനരംഗത്ത് പ്രവർത്തനത്തിന് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. സീതംഗം MP രമേശൻ, TP സവിത, MP ആദിത്യദേവ് തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 26,701 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,55,543 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.17 ആണ്. സംസ്ഥാനത്ത് ഇന്ന് 26,701 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3,366, തൃശൂർ 3,214, എറണാകുളം 2,915, മലപ്പുറം 2,568, പാലക്കാട് 2,373, കൊല്ലം 2,368, തിരുവനന്തപുരം 2,103, കോട്ടയം 1,662, ആലപ്പുഴ 1,655, കണ്ണൂർ 1,356, ഇടുക്കി 1,001, പത്തനംതിട്ട 947, വയനാട് 793, കാസർഗോഡ് 380 എന്നിങ്ങനെയാണ് ജില്ല
ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,55,543 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.17 ആണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ 74 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 21,496 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 96 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 25,481 പേർ സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1046 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 78 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. ജില്ലയിൽ ഞായറാഴ്ച 17.17% കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തി. 2,568 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഞായറാഴ്ച 17.17% കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയത്. 2,568 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 3,317 പേർ കോവിഡ് ബാധയ്ക്ക് ശേഷം രോഗമുക്തരായി. ഇതോടെ വിദഗ്ധ പരിചയത്തിന് ശേഷം ജില്ലയിൽ കോവിഡ് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 4,76,018 ആയി. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 2,514 പേർക്ക് രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധയുണ്ടായത്. 17 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 3 പേർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 32 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരൂർ നഗരസഭാ മുൻ കൗൺസിലറും തലശ്ശേരി ധർമ്മടം സ്വദേശിയുമായ തൃക്കണ്ടയൂരിൽ AR ഭവനിലെ രാധ അനന്തൻ കോഴിക്കോട് വെച്ച കോവിഡ് ബാധിച്ച് മരിച്ചു. 80 വയസ്സായിരുന്നു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ മേഘരാഗിൽ മക്കൾക്കൊപ്പമായിരുന്നു താമസം. ഭർത്താവ് പരേതനായ M. അനന്തൻ തിരൂർ നഗരസഭാ മുൻ വൈസ് ചെയർമാനും CPM നേതാവും AR ബേക്കറി ഗ്രൂപ്പ് സ്ഥാപകനുമാണ്. M. അനന്തൻ ധർമ്മടത്ത് നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തിരൂരിലെത്തി AR ബേക്കറികൾ തുടങ്ങുകയും തിരൂർ CPM പാർട്ടി കെട്ടിപ്പടുക്കുകയും ചെയ്തു. രാധാ മാധവൻ പിന്നീട് കോഴിക്കോട്ടേക്ക് താമസം മാറ്റുകയും ആയിരുന്നു. മക്കൾ ഷീല, മരുമകൻ ബാലസുന്ദർ തുടങ്ങിയവരാണ്. മൃതദേഹം കോഴിക്കോട് ശ്മശാനത്തിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് 2 പേർക്ക് കൂടി നിപ്പ രോഗലക്ഷണം. മരിച്ച കുട്ടി ചികിത്സ തേടിയ ആശുപത്രിയിലെ ജീവനക്കാർക്കാണ് രോഗലക്ഷണം കണ്ടത്. 12-കാരന്റെ മൃതദേഹം സംസ്കരിച്ചു. കുട്ടിയുടെ വീട് ഉൾപ്പെടുന്ന പ്രദേശം പൂർണ്ണമായി അടച്ചു. സമ്പർക്ക പട്ടികയിൽ 188 പേർ. സ്കൂളുകൾ തുറന്ന അധ്യയനം വേഗത്തിൽ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി വി. അബ്ദുറഹിമാൻ. തിരൂർ വിദ്യാഭ്യാസ ജില്ലാ പഠനദിശയുടെ പ്രകാശനവും അധ്യാപക ദിനാചരണവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയിലെ പ്രശ്നങ്ങളും ED അന്വേഷണവും. അഴിക്കുന്തോറും മുറുകുന്ന കുരിക്കിൽ ലീഗും കുഞ്ഞാലിക്കുട്ടിയും. EDക്ക് KT ജലീൽ നൽകിയ മൊഴി കാര്യങ്ങൾ വഷളാക്കി. പാർട്ടി പരിപാടി അടക്കം പങ്കെടുക്കാതെ കുഞ്ഞാലിക്കുട്ടി വിട്ടുനിൽക്കുന്നു. കോവിഷീൽഡിനേക്കാൾ പ്രതിരോധശേഷി കോവാക്സിനുണ്ടെന്ന ആരോഗ്യ വിദഗ്ധർ. കോവാക്സിൻ സ്വീകരിക്കാൻ ആളുകൾ തയ്യാറാകണമെന്നും കോവാക്സിനോട് മുഖം തിരിക്കരുതെന്നും താനൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹാഷിം. സംസ്ഥാനത്ത് ഇന്ന് 26,701 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,55,543 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.17 ആണ്. ജില്ലയിൽ ഞായറാഴ്ച 17.17% കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി രേഖപ്പെടുത്തി. 2,568 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.